കമൽഹാസൻ ചിത്രമായ തഗ് ലൈഫ് സിനിമയുടെ അടുത്ത ഷെഡ്യൂൾ ഇനി ചെന്നൈയിലായിരിക്കും ആരംഭിക്കുക. ഓഗസ്റ്റ് 10-നാണ് സിനിമയുടെ ചെന്നൈ ഷെഡ്യൂളെല്ലാം ആരംഭിക്കുക. നിലവിൽ ഈ സിനിമയുടെ ഡബ്ബിങ്ങും എഡിറ്റിംഗ് വർക്കെല്ലാം 50% കംപ്ലീറ്റ് ചെയ്യുമെന്നാണ് അറിയാൻ കഴിയുന്നത്. സിനിമയുടെ റിലീസ് ടീം പ്ലാൻ ചെയ്യുന്നത് ഈ വർഷം ഡിസംബറിലും കൂടിയാണ്. നിലവിൽ പൃഥ്വിരാജിന്റെ ഷൂട്ടെല്ലാം നിർത്തിവെച്ചൊരു സിനിമയായിരുന്നല്ലോ വിലായത്ത് ബുദ്ധ എന്ന ചിത്രം. ഇപ്പോഴത്തെ ഈ സിനിമയുടെ ഷൂട്ട് ഉടൻ തുടങ്ങുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന എൻപുരാൻ എന്ന സിനിമയ്ക്ക് ശേഷം പൃഥ്വിരാജ് ഈ സിനിമ ചെയ്യുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഇനി ഈ സിനിമയുടെ ആകെയുള്ളത് ആക്ഷൻ രംഗങ്ങളും കൂടിയാണ്. നിലവിൽ സിനിമയുടെ 50% ഷൂട്ട് ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ശിവകാർത്തികനെ നായകനാക്കി സുധാ കോങ്കരെ സംവിധാനം ചെയ്യുന്ന അടുത്ത സിനിമയാണല്ലോ പുറനന്നൂർ എന്ന ചിത്രം. സിനിമയിൽ ഇപ്പോഴത്തെ ലോകേഷ് കനരാജും ഒരു പ്രധാന വേഷത്തിൽ വരുമെന്നാണ് അറിയാൻ കഴിയുന്നത്. നിലവിൽ ദുൽഖർ സൽമാന്റെ റോളിന് പകരമായിട്ടായിരിക്കും ഇത് ലോകേഷ് എത്തുക എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ. ടൊവിനോ നായകനാവുന്ന അടുത്ത സിനിമയാണല്ലോ നരിവേട്ട. സിനിമയുടെ ഫസ്റ്റ് ഷെഡ്യൂൾ ഇപ്പോൾ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. സിനിമ സംവിധാനം ചെയ്യുന്നത് ഡയറക്ടർ അനുരാജ് മനോഹറും കൂടിയാണ്. ഈ സിനിമ ഒരു കണ്ടന്റ് ഓറിയന്റഡ് ഫിലിം ആയിരിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. കുഞ്ചാക്കോ ബോബൻ നായകനാവുന്ന അടുത്തൊരു ത്രില്ലർ സിനിമ വരുന്നു. ഈ സിനിമ ഒരു ഇമോഷണൽ ത്രില്ലർ സിനിമയായിരിക്കുമെന്നാണ് അറിയാൻ കഴിയും. നിലവിൽ സിനിമയുടെ പേര് ഓഫീസർ എന്നായിരിക്കുമെന്നാണ് റൂമറുകൾ. സിനിമ സംവിധാനം ചെയ്യുന്നത് ജിത്തു അഷ്റഫും സിനിമയ്ക്ക് സ്ക്രിപ്റ്റ് എല്ലാം എഴുതുന്നത് നായാട്ട് എന്ന സിനിമയുടെ റൈറ്ററായ ഷാഹി കബീറും കൂടിയാണ്. സിനിമയിൽ വില്ലൻ വേഷത്തിൽ വൈശാഖാണ് എത്തുന്നത്. സിനിമയിൽ കുഞ്ചാക്കോ ബോബൻ ഒരു പോലീസ് വേഷത്തിലായിരിക്കും എത്തുക. മോഹൻലാലും സത്യൻ അന്തിക്കാടും ഒന്നിക്കുന്ന സിനിമയുടെ ടൈറ്റിൽ ഇപ്പോൾ ഇതാ ഒഫീഷ്യലായി തന്നെ കൺഫേം ചെയ്തിരിക്കുകയാണ്. അഖിൽ സത്യനാണ് ഇപ്പോൾ ഇത് കൺഫേം ചെയ്തിട്ടുള്ളത്. കൂടാതെ തന്നെ സിനിമയുടെ ടൈറ്റിൽ ഇപ്പോൾ ഹൃദയപൂർവ്വം എന്നാണ്. സിനിമയുടെ ലൊക്കേഷൻ എല്ലാം വരുന്നത് പൂനെ, മുംബൈ എന്നീ സ്ഥലങ്ങളിലും കൂടിയാണ്. മുരളി ഗോപിയുടെ തിരക്കഥയിൽ ആര്യ നായകനാവുന്ന പുതിയ സിനിമയുടെ ഷൂട്ട് ഇപ്പോൾ നിന്ന് ആരംഭിച്ചിരിക്കുകയാണ്. ഈ സിനിമ ഒരു തമിഴ് മലയാളം ബില്ലിംഗൽ ഫിലിം ആയിരിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. സിനിമ സംവിധാനം ചെയ്യുന്നത് ടിയാൻ സിനിമയുടെ സംവിധായകനും കൂടിയാണ്. ആര്യയെ കൂടാതെ തന്നെ ഈ സിനിമയിൽ മുരളി ഗോപിയും സിദ്ദീഖും നിഖില വിമലും ഒരു പ്രധാന വേഷത്തിലെത്തുന്നുണ്ട്. സൂര്യ ചിത്രവും കങ്കുവ സിനിമയുടെ പുതിയൊരു ടീസർ വരുന്നു. ശിവയുടെ ബർത്ത്ഡേ സ്പെഷ്യലായി ഓഗസ്റ്റ് 12-ന് വന്നേക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. കൂടാതെ തന്നെ ഈ ടീസറിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 54 സെക്കൻഡും കൂടിയാണ്. കാർത്തിക നായകനാക്കി മാരി സെൽവരാജ് സംവിധാനം ചെയ്യുന്ന ഒരു സിനിമ വരുന്നു. മാരി സെൽവരാജ് ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട്. കൂടാതെ തന്നെ മാമൻ എന്ന സിനിമയുടെ ഭാഗമായി കാർത്തിയോട് ഒരു കഥ പറഞ്ഞുവെന്നും അത് കാർത്തിക് ഇഷ്ടപ്പെട്ടു എന്നാണ് ഇപ്പോൾ മാരി സെൽവരാജ് തന്നെ പറഞ്ഞിരിക്കുന്നത്. സിനിമയുടെ ഷൂട്ടിംഗ് എല്ലാം ഇനി ധനുഷ് സിനിമയുടെ ശേഷമായിരിക്കും ആരംഭിക്കുക എന്നാണ് ഇപ്പോൾ മാരി സെൽവരാജ് തന്നെ പറഞ്ഞിട്ടുള്ളത്.